ഗുഡ് മോർണിംഗ്. എന്റെ കരിയർ നശിപ്പിക്കാൻ മനഃപൂർവ്വം ചെയ്യാം. ടൊവിനോ തോമസ് നായകനായെത്തിയ ലാൽ ജൂനിയർ അഥവാ ജീൻ പോൾ ലാൽ സംവിധാനം നിർവഹിച്ച ചിത്രമാണ് നടികർ. ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ഡേവിഡ് പടിക്കൽ എന്ന ചെറുപ്പക്കാരനായ നടൻ പെട്ടെന്ന് മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറായി മാറുകയാണ്. വലിയ കഴിവൊന്നും ഇല്ലാതിരുന്നിട്ടും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം തേടിവന്ന സൂപ്പർ താര പദവി അയാൾക്ക് പുതിയൊരു ലോകം തുറന്നു കൊടുക്കുന്നു. സൂപ്പർ സ്റ്റാർഡത്തിന്റെ മാസ്മരികത മെയിൻറ്റെയിൻ ചെയ്യാൻ പക്ഷേ ഡേവിഡ് പടിക്കലിന് വിചാരിച്ച അത്ര എളുപ്പമാവുന്നില്ല. സൂപ്പർ താര പദവിയിൽ ഭാഗ്യം കൊണ്ടെത്തിയ ഡേവിഡ് അത് നിലനിർത്താൻ ശ്രമിക്കുന്നതും അയാളുടെ അഹങ്കാരവും ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളും അയാൾക്ക് ചുറ്റുമുള്ള അയാളോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതവും യഥാർത്ഥ അഭിനേതാവായി മാറാൻ ഡേവിഡ് നടത്തുന്ന കഷ്ടപ്പാടുകളും ശ്രമങ്ങളും ഒക്കെയാണ് നടികർ എന്ന സിനിമ പറയുന്നത്. ടൊവിനോ തോമസിനൊപ്പം സൗബിൻ സാഹിർ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ഭാവന എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അനൂപ് മേനോൻ, ഇന്ദ്രൻസ്, രഞ്ജിത്ത് ഉൾപ്പെടെ നിരവധി താരങ്ങൾ ചിത്രത്തിൽ എത്തുന്നുണ്ട്. ഭാവന കേന്ദ്ര കഥാപാത്രമാണെങ്കിലും 2-3 രംഗങ്ങളിൽ മാത്രമേ അവർ വരുന്നുള്ളൂ. ആദ്യ പകുതി ഡേവിഡിന്റെ സൂപ്പർ സ്റ്റാർ ജീവിതവും കുറച്ച് നർമ്മ രംഗങ്ങളും എല്ലാം ചേർന്നങ്ങ് പോവുകയാണ്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ കുറച്ച് ഇമോഷണലായും ഡേവിഡിന്റെ ഒരു ട്രാൻസ്ഫോർമേഷനും ഒക്കെയാണ് കാണിക്കുന്നത്. സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന ഒരു സിനിമയായൊക്കെ തോന്നാം. ആദ്യ പകുതി അത്ര ഗുമ്മായിട്ടില്ല എന്നൊരു ഫീൽ തോന്നി. രണ്ടാം പകുതിയിലാണ് പിന്നെയും സിനിമ കുറച്ചും കൂടി അതിന്റെ ഒരു ട്രാക്കിലേക്ക് കയറുന്നത്. മൊത്തത്തിൽ കളർഫുള്ളാണ് സിനിമ. പക്ഷെ പിടിച്ചിരുന്ന ഒരു ഗ്രിപ്പ് നൽകാൻ പലപ്പോഴും ചിത്രത്തിന് കഴിയുന്നില്ല. മാത്രമല്ല ചിലയിടങ്ങളിലൊക്കെ ചിത്രം വളരെയധികം ബോറിംഗ് ആയിട്ടും മാറുന്നുണ്ട്. എങ്കിലും രണ്ടാം പകുതിയിലെ പല രംഗങ്ങളും, പ്രത്യേകിച്ച് സംവിധായകൻ രഞ്ജിത്ത് വരുന്ന രംഗമൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ജീൻ പോൾ ലാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്ലൈമാക്സും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യ പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് പതുക്കെ ചിത്രത്തിന്റെ ഒരു ട്രാക്കിലേക്ക് കയറി അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ വളരെ മികച്ച ഒരു അനുഭവം തന്നെ തന്നാണ് നടികർ എന്ന സിനിമ അവസാനിക്കുന്നത്. ആൽവിയാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. വളരെ നല്ല വർക്കായിരുന്നു. കളറിങ്ങും VFXും ഒക്കെ എബോവ് ആവറേജ് ആയിട്ട് തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്. എക്സാൻ ഗാരി പെരാരിയും നേഹ നായരും ചേർന്നാണ് ചിത്രത്തിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. മികച്ച പശ്ചാത്തല സംഗീതമാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത്. ഗാനങ്ങളൊക്കെ ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പടം കണ്ടു തീർന്നപ്പോൾ എടുത്തു പറയാൻ തോന്നിയ ഒരു കാര്യം ടൊവിനോ തോമസ് എന്ന നടന്റെ ലുക്ക് തന്നെയാണ്. ഒരു രക്ഷയുമില്ല. ഏത് രൂപത്തിലേക്ക് പിടിച്ചിട്ടാലും ആ രൂപവുമായി വളരെ ഇഴുകിച്ചേരുന്ന ഒരു നടനായിട്ട് ടൊവിനോയെ ചിത്രത്തിൽ ഫീൽ ചെയ്തു. ഒരു ഇന്റർനാഷണൽ ലുക്കൊക്കെയാണ് ചില രംഗങ്ങളിലൊക്കെ ടൊവിനോയെ കാണുമ്പോൾ. ഉറപ്പായും വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ ടൊവിനോ തോമസിനെ തേടി ഭാവിയിൽ എത്തുമെന്ന് ഉറപ്പു നൽകുന്ന പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. സൗബിൻ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ ഈ 3 പേരുമാണ് സത്യത്തിൽ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. 3 പേരും കിടിലൻ തന്നെയായിരുന്നു. തിരക്കഥ മാത്രം അത്ര ശക്തമായി പലയിടത്തും തോന്നിയില്ല. അതിനുള്ള സ്പേസ് ഉണ്ടായിട്ട് കൂടി. എന്നിരുന്നാലും ഒരു വൺ ടൈം വാച്ചബിൾ എന്ന രീതിയിൽ പടം ഒരു എബോവ് ആവറേജ് ആയി കടന്നു പോകുന്നു. നടികർ തൊട്ടടുത്ത തിയേറ്ററുകളിൽ തന്നെ കണ്ടാസ്വദിക്കുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.